8ാം ക്ലാസ് വാർഷിക പരീക്ഷ താരീഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഏതൊക്കെയെന്നറിയണമെങ്കിൽ വീഡിയോ മുഴുവനായി തന്നെ കാണണം, ശ്രമിക്കുക, ഒരിക്കലും നഷ്ടമാവുകയില്ല. മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ന്യൂസിലു ബിൽ മുനാസിബി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, വാലിദു നഫീസ. നഫീസ ബീവിയുടെ ഉപ്പ ആരാണ്? ഹസനുബിനു സെയ്ദ് എന്നിവരാണ്. രണ്ടാമത്തത്, വാലിദു ഹഫ്സ. ഹഫ്സ ബീവിയുടെ ഉപ്പ ആരാണ്? ഉമർ റളിയല്ലാഹുനു. ഉമർ റളിയല്ലാഹുനു ആണ് ഹഫ്സ ബീവിയുടെ ഉപ്പ. ഉമ്മു ആയിഷ. ആയിഷ ബീവിയുടെ ഉമ്മയാരാണ്? ഉമ്മു റുമാൻ. ഉമ്മു റുമാൻ എന്നിവരാണ്. നാലാമത്തത്, അസ്അറു ബനാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ ഏറ്റവും ചെറിയവൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഇനി അഞ്ചാമത്തത്, ദുഫിനത്ത് ബിൽ ബഖീ. ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്യപ്പെട്ടതാരെയാണ്? ഈ കൂട്ടത്തിൽ സൊഫിയ ബീവിയെയാണ് ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്തത്. ജന്നത്തുൽ ബഖീയിൽ ഒരുപാട് ആൾക്കാരെ മറവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ബ്രാക്കറ്റിൽ യോജിച്ചത് ഏതാണ്? സൊഫിയയാണെന്ന് മാത്രം. ആറാമത്തത്, ഉമ്മു സൊഫിയ. സൊഫിയ ബീവിയുടെ ഉമ്മ ആരാണ്? ഹാലയാണ്. ഇനി ഏഴാമത്തത്, ഇസ്മു അബ്ദുറഹ്മാനുബിനു സഹിർ. അബ്ദുറഹ്മാനുബിനു സഹിർ എന്ന പേര് ആരുടേതാണ്? അബൂ ഹുറൈറയുടേതാണ് ഈ നാമം. ഇനി എട്ടാമത്തത്, ഉമ്മു ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഉമ്മുൽ ഫളിൽ ലുബാബ ബിൻത്ത് ഹാരിസ് എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചതല്ലേ, അവരാണ് അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. രണ്ടാമത്തത്, നുതമ്മിമു, പൂർത്തിയാക്കാനാണ്. അറബിയിൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം, എങ്കിലേ അതിനുള്ള മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു വിഷയം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുക, അറബി ശീലമാക്കുക. ഇനി 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലേക്കൊക്കെ ആവശ്യമാണല്ലോ. ഒന്ന്, ഇഹ്തസൽ അർഷു ലി വഫാത്തി സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹുവിൻ്റെ മരണം കാരണം അള്ളാഹുവിൻ്റെ സിംഹാസനം വിറച്ചു. 2, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ചോദിച്ചു, ലി നഫീസ, നഫീസയോട് ചോദിച്ചു, ഫമൻ ഹിയ, ആരാണത്? ഇങ്ങനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞവർ. ഖാലത്ത് ഖദീജത്തു, അത് ഖദീജ ബീവിയാണ്. 3, ഖാല ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സയ്യിദുന. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്. വാഴ്ത്തക്ക സയ്യിദന, ഞങ്ങളെ മറ്റൊരു നേതാവിനെ അവർ മോചിപ്പിച്ചു. ആരെയാണത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് നേതാവാണ്. അപ്പം നേതാവിനെ മോചിപ്പിച്ചു. അല്ലാഹുമ്മ ഫക്കിഹു ഫിദ്ദീൻ, അള്ളാഹു അവർക്ക് ദീനിൽ നീ ഫിഖ് പഠിപ്പിച്ചു കൊടുക്കണം. വഅല്ലിംഹു തഅ്വീൽ, പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണവും പഠിപ്പിച്ചു കൊടുക്കണം. 5, റഅ ഇബ്നു അബ്ബാസ് ജിബ്രീൽ. ഇബ്നു അബ്ബാസ് ജിബ്രീലിനെ കണ്ടു. മറത്തൈനി, 2 പ്രാവശ്യം കണ്ടു. 6, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം, എൻ്റെ അനുചരന്മാർ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. ഫബിയയ്യിഹിം യുക്തദൈത്വം, അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സ്വീകരിച്ചവരാണ്, സന്മാർഗത്തിലാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് കഷ്ടപ്പെട്ട് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നന്ദി സൂചകമായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം താങ്ക്സ് എന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചാൽ വളരെ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുന്നു. 3, നുബയ്യനു, വ്യക്തമാക്കാനാണ്. 1, കം ഹദീസൻ റവത്ത് ഹഫ്സ. ഹഫ്സ ബീവി എത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തു? റവത്ത് 60 ഹദീസൻ, 60 ഹദീസ് റിപ്പോർട്ട് ചെയ്തു. 2, ഉംറു ഹഫ്സ, ഹഫ്സയുടെ വയസ്സ് എത്രയാണ്? 60. അത് രണ്ടും ഒന്നാണ്, എളുപ്പമാണ് പഠിക്കാൻ, ഓർത്തു വെക്കുക.
3 സിന്നു ആയിഷ ഇന്ദ തസ്വീജ്, നിക്കാഹ് നടക്കുന്ന സമയത്ത് ആയിഷ ബീവിയുടെ വയസ്സെത്രയാണ്? 6 വയസ്സാണ്. പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് 9 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ്. 4 താരീഖു വഫാത്തി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ മരണ ഡേറ്റ് ഹിജ്റ 11. 5 സിന്നു ഖദീജ, ഖദീജ ബീവിയുടെ വയസ്സെത്രയാണ്? 65 വയസ്സുകളൊക്കെ അറബിയിൽ തന്നെ എഴുതാൻ ശീലിക്കുക, അതാണ് ഏറ്റവും ഉചിതമായത്. ഇനി നുജീബു എന്ന ചോദ്യമാണ് 4 വന്നിട്ടുള്ളത്. ഉത്തരം എഴുതാം. അതിൽ 1 ചോദ്യം, മാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ബിലാൽ, ബിലാൽ റളിയല്ലാഹുവിനോട് നബിതങ്ങൾ എന്താണ് പറഞ്ഞത്? ഇന്നി ദഖൽതു അൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫസമിഅതു ഖശ്ഫൻ അലൈക അമാമി, എൻ്റെ മുമ്പിലൂടെ നീ നടന്നു പോകുന്ന കാൽപാദ സ്വരം ഞാൻ എൻ്റെ ശ്രവണങ്ങളാൽ ചെവികളാൽ കേൾക്കുന്നു. ഫഖ്ബിർനി ബി അർജ അമലിൻ അമിൽതുഹു, അതിനുമാത്രം സ്ഥാനം വരാൻ നീ എന്ത് അമലാണ്, പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നെനിക്ക് അറിയിച്ചു തരിക എന്നാണ് ബിലാൽ റളിയല്ലാഹുവിനോട് നബി തങ്ങൾ അന്വേഷിച്ച് ചോദിച്ചത്. 2 മാതാക്കാല മൈമൂൻ ഇബ്നു മിഹ്റാൻ അൻ ഇബ്നു ഉമർ വ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിനെയും ഇബ്നു ഉമറിനെയും പറ്റി മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്താണ് പറഞ്ഞത്? മാർ ഐതു ഔറ അമിൻ ഇബ്നു ഉമർ, ഇബ്നു ഉമറിനേക്കാൾ സൂക്ഷ്മതയുള്ള തഖ്വയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. വല അഅലമ മിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസിനേക്കാൾ കൂടുതൽ വിജ്ഞാനമുള്ള വിവരമുള്ള കഴിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. രണ്ടാളെയും പുകഴ്ത്തിയിട്ടുള്ള വാക്കുകളാണ്. 3 ഖാല അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലി റസൂലില്ല, നബിയോട് പറഞ്ഞു, ഉമ്മുൽ ഫളിൽ ഹാമിലുൻ, ഉമ്മുൽ ഫളിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഫമാദാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബിതങ്ങൾ എന്നാണ് പറഞ്ഞത്? ലഅല്ലല്ലാഹ അൻ യുഖിറ അയുനുക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് ആ കുഞ്ഞിനാൽ കൺകുളിർമയെ നൽകട്ടെ എന്നതാണ്. 5 നക്തുബു ഇസ്നൈനി, 2 എഴുതാനാണ്. ഖസായിസു നഫീസ, നഫീസ ബീവിയുടെ പ്രത്യേകതകൾ. വ തുഹ്സിനു ഇല സംന, തളർവാദം പിടിച്ച ആളുകളിലേക്ക് നന്മ ചെയ്യും. വൽ മർള, രോഗികൾക്കും നന്മ ചെയ്യും. വൽ ഉമൂമിന്നാസ്, പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യും. അവർക്ക് കറാമത്തുകൾ ഉണ്ടായിരുന്നു, പാവപ്പെട്ടവരെ അവർ സഹായിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പാഠത്തിൽ പറയുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അവസാനത്തെ പാഠമാണല്ലോ. ഇനി 6 നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. മലയാളത്തിൽ എഴുതരുത്, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൽ മലയാളം കൊടുത്തത്. നിങ്ങൾ അറബി മലയാളത്തിൽ എഴുതണം. കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അഫ്ഖഹന്നാസി വഅലമന്നാസി വഅഹ്സനന്നാസി റഅയൻ, ആയിഷ റളിയല്ലാഹു അൻഹ ജനങ്ങളിൽ കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും അറിയുന്നവരും ഏറ്റവും ജ്ഞാനിയും അഥവാ അറിവുള്ളവരും നല്ല അഭിപ്രായമുള്ളവരുമായിരുന്നു. നല്ല അഭിപ്രായം പറയാൻ പറ്റിയ ആളായിരുന്നു. ഇത് ആയിഷ ബീവിയുടെ വിശേഷണം കൂടെയാണ്, പ്രത്യേകതകളിലൂടെയാണ് മനസ്സിലാക്കുക. അതിൽ ആയിഷ ബീവിയുടെ പ്രത്യേകതകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. നല്ലൊരു മാർക്ക് അതിലൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതും പഠിച്ചു വെക്കുക. ഇനി മറ്റൊരു പരീക്ഷയുടെ ചോദ്യപേപ്പർ നമ്മളിതിൽ കൊടുക്കുകയാണ്. ഒരു പേപ്പർ നമ്മൾ മുഴുവനായി വായിച്ചു കഴിഞ്ഞു. അതിലൂടെ തന്നെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, ഐഡിയ ലഭിച്ചു കഴിഞ്ഞു. ഈ രൂപത്തിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എല്ലാ പാഠങ്ങളും പഠിക്കുക. പ്രത്യേകിച്ച് ഓരോ പാഠങ്ങളിലും വരുന്ന അവരുടെ ജനനം, അതുപോലെ തന്നെ മരണം, ജനിച്ച സ്ഥലം, മരിച്ച സ്ഥലം, അവർ യാത്ര പോയ ഇടം, ഇങ്ങനെ തുടങ്ങിയിട്ട് അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകളും സ്ഥലങ്ങളും നാം പഠിച്ച് വെച്ചേ മതിയാകൂ. അതിലൂടെയാണ് നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോവുക. നമുക്ക് ഇതിലും മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയണം. അതുകൊണ്ട് ആ വിഷയം കൂടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. വാർഷിക പരീക്ഷയായതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം പ്രതീക്ഷിക്കാമെങ്കിലും അവസാനത്തെ 4 പാഠങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കുക. പഠിക്കുന്നത് കൂടുതലും അറബിയിൽ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പാഠഭാഗങ്ങളൊക്കെ തൽക്കാലം ഒന്ന് അറബിയിൽ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നത് വളരെ ഉചിതമായിരിക്കും മുഴുവൻ മാർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.